നമ്മളിനി നോക്കാൻ പോകുന്നത് സെക്കൻഡ് മോഡ്യൂളാണ്. സെക്കൻഡ് മോഡ്യൂളിൽ മെയിനായിട്ടും പറയുന്നത് റെഗുലർ എക്സ്പ്രഷനെ പറ്റിയിട്ടാണ്. ഫസ്റ്റിലെ ഒരു സെറ്റ് തന്നിട്ട് ആ സെറ്റിനകത്തുള്ള എലമെൻറ്റ്സിനെ നമ്മൾ റെഗുലർ എക്സ്പ്രഷനകത്തോട്ട് എങ്ങനെ എഴുതുമെന്നാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു എക്സാമ്പിൾ യൂസ് ചെയ്തിട്ട് അതെങ്ങനെയാണെന്ന് പഠിക്കാം. ഫസ്റ്റത്തെ സെറ്റിനകത്ത് BAB എന്ന് പറയുന്ന ഒരു സ്ട്രിങ് മാത്രമാണ് തന്നിരിക്കുന്നത്. ഒരു സെറ്റിനകത്ത് ഒരു സ്ട്രിങ് മാത്രമാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ റെഗുലർ എക്സ്പ്രഷൻ എഴുതുമ്പം ആ ഒരു സ്ട്രിങ് എടുത്തെഴുതും. അതിനകത്ത് വേറെ വ്യത്യാസമൊന്നും വരത്തില്ല. അതായത് സെറ്റ് ഓഫ് BAB എന്ന് പറയുന്നത് റെഗുലർ എക്സ്പ്രഷൻ എഴുതുമ്പോൾ എന്തായിട്ട് വരും? BAB എന്ന് വരും. അടുത്തതെന്ന് പറയുന്നത് ഒരു സെറ്റിനകത്ത് 0, 1ഉം 1, 0 ഉണ്ട്. അതായത് 0, 1, 1, 0 ഒരു സെറ്റിനകത്ത് 2 സ്ട്രിങ് ആണുള്ളത്. അപ്പോൾ ഇങ്ങനെ തരുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ റെഗുലർ എക്സ്പ്രഷൻ എങ്ങനെയാണ് എഴുതുന്നത്? 0, 1 + 1, 0 എന്നുള്ള ഫോമാറ്റിലായിരിക്കും അതിൻ്റെ റെഗുലർ എക്സ്പ്രഷൻ നമ്മൾ എഴുതുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഒരു സെറ്റിനകത്ത് AB ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ റെഗുലർ എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും എഴുതുന്നത്? ε + AB. അതായത് ഒരു സെറ്റിനകത്ത് 2 സ്ട്രിങ് കോമയിട്ട് തന്നിരിക്കുവാണെങ്കിൽ അതിൻ്റെ റെഗുലർ എക്സ്പ്രഷൻ നമ്മൾ ആഡ് ചെയ്യുന്ന സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. അടുത്തത് ഒരു സെറ്റിനകത്ത് ABB, AV, BBA എന്ന് പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ റെഗുലർ എക്സ്പ്രഷൻ എങ്ങനെ എഴുതുന്നത്? ABB + A + B + BBA എന്നുള്ളൊരു ഫോമാറ്റിലായിരിക്കും എഴുതുന്നത്. അടുത്തത് ഒരു സെറ്റിനകത്ത് ε, A, AAA അതായത് എയുടെ എല്ലാ കോമ്പിനേഷനും എഫ്സലോണും കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ സെറ്റിൽ തന്നിരിക്കുന്നതെങ്കിൽ അത് നമ്മൾ ക്ലീൻ സ്റ്റാർ ഫോമിലായിരിക്കും എഴുതുന്നത്. ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ പഠിച്ചതാണ് ക്ലീൻ സ്റ്റാർ എന്താണ്. 0 ലെങ്ത് തൊട്ട് ഇൻഫിനിറ്റ് ലെങ്ത് വരെയുള്ള ഒരു സ്ട്രിങ്ങിനെയാണ് നമ്മൾ ക്ലീൻ സ്റ്റാർ യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ ഒരു ലാംഗ്വേജിനെയാണ് നമ്മൾ ക്ലീൻ സ്റ്റാർ യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം ε, AA, എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ട്രിങ്ങിനെ നമ്മൾ എങ്ങനെയായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്? A* എന്നായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അടുത്ത സ്ട്രിങ് എന്ന് വെച്ചാൽ AA, AAA എന്ന് പറഞ്ഞാണ് പോകുന്നത്. അതായത് 0 ലെങ്ത് ഇല്ല, 1 ലെങ്ത് തൊട്ടുള്ള എല്ലാ എയുടെ സ്ട്രിങ്ങും ഇതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെ ക്ലീൻ ക്ലോഷർ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ക്ലീൻ ക്ലോഷർ അല്ലെങ്കിൽ ക്ലീൻ പ്ലസ്. അപ്പം നമ്മൾ A⁻+ എന്നായിരിക്കും നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മളൊരു സെറ്റിനെ റെഗുലർ എക്സ്പ്രഷനകത്തോട്ട് റെപ്രസെൻറ്റ് ചെയ്ത് എഴുതുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. കൺവേർട്ട് ദ റെഗുലർ എക്സ്പ്രഷൻ BA*B ടു ഫൈനൈറ്റ് ഓട്ടോമാറ്റ. അതായത് BA*B എന്ന് പറയുന്ന ഒരു റെഗുലർ എക്സ്പ്രഷനെ നമ്മൾ എന്താണ് ഫൈനൈറ്റ് ഓട്ടോമാറ്റയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പം ഈ BA*B വരുമ്പോഴത്തേക്ക് A* എന്ന് പറയുമ്പോഴത്തേക്ക് Aക്ക് 0 ലെങ്ത് തൊട്ട് ഇൻഫിനിറ്റ് ലെങ്ത് വരെ ഉള്ള വാല്യൂസ് വരാം. അപ്പോഴത്തേക്ക് നമ്മുടെ ലാംഗ്വേജ് ഫസ്റ്റിലെ നമ്മൾ എഴുതണം. നമ്മുടെ ലാംഗ്വേജ് ഇങ്ങനെ വരും. BB എന്ന് പറയും. അതിനകത്ത് ലാംഗ്വേജിലെ ഫസ്റ്റ് സ്ട്രിങ് BB എന്ന് വരും. രണ്ടാമത്തെ സ്ട്രിങ് BAB വരും, BAAB വരും, BAAAB വരും. അതായത് ഫസ്റ്റും സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും B വരും, നടുക്ക് എയുടെ എല്ലാ കോമ്പിനേഷനും വരും. അപ്പം നമ്മൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ഫൈനൈറ്റ് ഓട്ടോമാറ്റ വരയ്ക്കുന്നത്? ആദ്യമേ നമുക്ക് മിനിമം നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഉള്ളത് ഏതാണ്? BB ആണ്. അപ്പം മിനിമം നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എത്രയാണോ അതേ +1 ആയിരിക്കും നമ്മുടെ മാക്സ്, അതായത് നമ്മുടെ സ്റ്റേറ്റ്സിൻ്റെ കൗണ്ട്. അതായത് 2 ആണ്. അതായത് BB എന്ന് പറയുന്ന 2 ആണ് നമ്മുടെ ആൽഫബറ്റ്സ്, മിനിമം ആൽഫബറ്റ്സ്. അപ്പോഴത്തേക്ക് നമുക്ക് എത്ര സ്റ്റേറ്റ്സ് കാണും? 3 സ്റ്റേറ്റ്സ് കാണും, ABC. അപ്പം നമ്മൾ ABC എന്ന് പറയുന്ന 3 സ്റ്റേറ്റ്സ് വരയ്ക്കും. എന്നിട്ട് Aയിൽ നിന്ന് Bയിലോട്ട് നമ്മൾ B എന്ന് പറയുന്ന ഇൻപുട്ടും കൊടുക്കും, Bയിൽ നിന്ന് Cയിലോട്ട് B എന്ന് പറയുന്ന ഇൻപുട്ടും കൊടുക്കും. ഈ നടുക്ക് വരുന്ന A നമ്മൾ Bക്ക് സെൽഫ് ലൂപ്പായിട്ടായിരിക്കും കൊടുക്കുന്നത്. കാരണം എന്താ? Bക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കൗണ്ട് വരും. അപ്പം ഇങ്ങനെ സെൽഫ് ലൂപ്പ് കൊടുക്കുമ്പോഴത്തേക്ക് A* ആണ് നമ്മൾ ഈ സെൽഫ് ലൂപ്പ്. Bക്ക് സെൽഫ് ലൂപ്പ് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A* ആണ് നമ്മൾ അതുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളവിടെ സെൽഫ് ലൂപ്പ് വരും. അപ്പം നമ്മുടെ ഫൈനൈറ്റ് ഓട്ടോമാറ്റ എങ്ങനെ വരും? A⁻Bയിൽ B കൊടുക്കും, Bക്ക് സെൽഫ് ലൂപ്പ് A കൊടുക്കും, B⁻Cയിൽ നമ്മൾ B കൊടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ റെഗുലർ എക്സ്പ്രഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവേർട്ട് ദ റെഗുലർ എക്സ്പ്രഷൻ A + B × C ടു ഫൈനൈറ്റ് ഓട്ടോമാറ്റ. അതായത് A + B × C എന്ന് പറയുന്നതിനെ നമ്മൾ എന്താണ് ഫൈനൈറ്റ് ഓട്ടോമാറ്റയായിട്ട് വരയ്ക്കണം. ഈ A + B എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓറാണ്. പ്ലസ് എന്ന് വെച്ചാൽ ഓറും, മൾട്ടിപ്ലൈയുടെ സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡും ആണ്. അപ്പം ഒന്നെങ്കിൽ A വരാം, അല്ലെങ്കിൽ B വരാം, × C അങ്ങനെയാണ് നമ്മുടെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ രണ്ടും വരാമെന്നുള്ള കേസും ഉണ്ട്. അപ്പം നമ്മുടെ ലാംഗ്വേജ് എങ്ങനെ വരും? AC-യും വരും, BC-യും വരും. അതായിരിക്കും നമ്മുടെ ലാംഗ്വേജ്. അപ്പം നമ്മൾ ഇങ്ങനെ ആയിരിക്കും കൊടുക്കുന്നത്.
എയിൽ നിന്ന് ബിയിലോട്ട് എ വരുന്ന ഒരു കേസുണ്ട്, അപ്പം എ ടു ബി എ കൊടുക്കും. എയിൽ നിന്ന് ബിയിലോട്ട് ബി വരുന്നൊരു കേസുണ്ട്, അപ്പം എ ടു ബി താഴെ ഒരു ബിയും കൂടി കൊടുക്കും. അതിനുശേഷം എന്താണ് ബി ടു സി എന്താണ് കൊടുക്കുന്നത്? സി ആണ് കൊടുക്കുന്നത്. സി കോൺസ്റ്റൻ്റ് ആയിട്ട് അവിടെ തന്നെ ഇരിക്കുവാണ്. ഒന്നെങ്കിൽ എയോ അല്ലെങ്കിൽ ബിയോ ആണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ എയിൽ നിന്ന് ബിയിലോട്ട് എയും കൊടുക്കും ബിയും കൊടുക്കും. അപ്പോൾ നമ്മുടെ ഫൈനൈറ്റ് ഓട്ടോമാറ്റ എ പ്ലസ് ബി ഇൻറ്റു സി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. എ പ്ലസ് ബി ഇൻറ്റു ദ ഹോൾ സ്റ്റാർ ആണ് വരുന്നതെങ്കിൽ എന്താണ് അർത്ഥം? എയുടെയും ബിയുടെയും ഏത് കോമ്പിനേഷനും വരാം. എ വരാം, ബി വരാം, അതിൻ്റെ ഏത് കോമ്പിനേഷനും വരാം. പക്ഷേ ഇവിടെ എ പ്ലസ് ബി ഇൻറ്റു സി ആകുമ്പം ഒന്നെങ്കിൽ എ അല്ലെങ്കിൽ ബി അതേ വരത്തുള്ളൂ. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കണം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, കൺവേർട്ട് ദ ഫോളോയിങ് റെഗുലർ എക്സ്പ്രഷൻ ടു ദെയർ ഇക്വലൻറ്റ് ഫൈനൈറ്റ് ഓട്ടോമാറ്റ. നമുക്കൊരു റെഗുലർ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്, അതിനെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഫൈനൈറ്റ് ഓട്ടോമാറ്റയിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 10 0 + 1 ഇൻറ്റു 0 സ്റ്റാർ 1. അപ്പോഴത്തേക്ക് ഈ നടുക്കൊരു പ്ലസ് വന്നിട്ടുണ്ട്. പ്ലസ് വരുമ്പോഴത്തേക്ക് നേരത്തെ നമ്മൾ എഴുതിയത് കണക്ക് ഇങ്ങനെ രണ്ടായിട്ട് എഴുതാൻ പറ്റും. പ്ലസ് വരുമ്പോൾ ഇങ്ങനെയാണ് എഴുതുന്നത്. എ പ്ലസ് ബി വരുമ്പോൾ നമ്മൾ എയിൽ നിന്ന് ബിയിലോട്ടൊരു എയും കൊടുത്തു, എയിൽ നിന്ന് ബിയിലോട്ടൊരു ബിയും കൊടുത്തു. അപ്പോൾ നമ്മൾ ഇവിടെ ഈ 10 + 0 1 1 എന്ന് പറയുന്ന രണ്ട് ടേംസിന് പ്ലസ് വെച്ച് റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ആദ്യമേ രണ്ട് സ്റ്റേറ്റ്സ് വരയ്ക്കും. ഒരു ഇനിഷ്യൽ സ്റ്റേറ്റും ഒരു ഫൈനൽ സ്റ്റേറ്റും, മുകളിൽ 1 0യും താഴെ നമ്മുടെ രണ്ടാമത്തെ ടേമായിട്ടുള്ള 0 + 1 1 ഇൻറ്റു 0 സ്റ്റാർ 1 എന്ന് പറഞ്ഞും കൊടുക്കും. എന്നിട്ട് നമ്മൾ ഈ മുകളിൽ എഴുതിയിരിക്കുന്ന 1 0നെ ഒരു നടുക്കൊരു സ്റ്റേറ്റ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്യും. 1 എന്നും 0 എന്നും പറഞ്ഞ് നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്യുവാണ്. അതായത് മുകളിലത്തെ 1 0നെ രണ്ട് സ്റ്റേറ്റ്, അതായത് ഇനിഷ്യൽ സ്റ്റേറ്റിൻ്റെയും ഫൈനൽ സ്റ്റേറ്റിൻ്റെ ഇടയ്ക്കുള്ള 1 0നെ സെൻട്രലൊരു സ്റ്റേറ്റ് കൊടുത്തിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം ഈ 0 + 1 1 ഇൻറ്റു 0 സ്റ്റാർ ഇൻറ്റു 1 എന്ന് പറയുന്നതിനെയും നമ്മൾ ഇടയ്ക്ക് രണ്ട് സ്റ്റേറ്റ്സ്, അതായത് ഈ 3 പ്രൊഡക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. 0 + 1 1 ഇൻറ്റു 0 സ്റ്റാർ ഇൻറ്റു 1. അപ്പോൾ 3 പ്രൊഡക്ഷൻസ് ആണുള്ളത്. അപ്പോൾ 3നെയും നമ്മൾ 3 സ്റ്റേറ്റ് കൊണ്ട്, രണ്ട് സ്റ്റേറ്റ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്യും. ഒരെണ്ണത്തിനകത്ത് 0 + 1 1 വരും, ഒരെണ്ണത്തിനകത്ത് 0 സ്റ്റാറും വരും, ഒരെണ്ണത്തിൽ 1ഉം വരും. എന്നിട്ട് ഈ 0 + 1 1നെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. എങ്ങനെയാണ്? അതായത് ഒരു സ്റ്റേറ്റ് ടെൻസ് ടു മറ്റൊരു സ്റ്റേറ്റ്, അതായത് എ ടെൻസ് ടു ബി എന്ന് വരുമ്പോഴത്തേക്ക് എന്താണ്, എയിൽ നിന്ന് ബിയിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ആരോ 1 1നും ഒരു ആരോ 0യ്ക്കും നമ്മൾ കൊടുക്കും. അങ്ങനെയാണ് ഈ ഒരു ഫിഗറിലോട്ട് എത്തുന്നത്. അതിനുശേഷം നമ്മൾ ആ 1 1 എന്ന് പറഞ്ഞ് കിടക്കുന്നതിന് എന്താ ചെയ്യുക? അതിന് നമ്മൾ ഇടയ്ക്കൊരു സ്റ്റേറ്റ് കൊണ്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പം 1 1ഉം സെപ്പറേറ്റ് ആയിട്ട് വരും. എന്നിട്ട് നമ്മുടെ ഇവിടെയുള്ള ഈ ഒരു 0 സ്റ്റാർ ഉണ്ടല്ലോ, 0 സ്റ്റാറിനെ നമ്മൾ സെൽഫ് ലൂപ്പായിട്ട് കൊടുക്കും. അങ്ങനെ നമ്മുടെ ഫൈനലായിട്ട് നമ്മുടെ ഇങ്ങനെ വരും: എയിൽ നിന്ന് ബിയിലോട്ട് 1, ബിയിൽ നിന്ന് സിയിലോട്ട് 0, എയിൽ നിന്ന് ഡിയിലോട്ട് 1, ഡിയിൽ നിന്ന് ഇയിലോട്ട് 1, എയിൽ നിന്ന് ഇയിലോട്ട് 0, ഇക്ക് സെൽഫ് ലൂപ്പ്, ഇയിൽ നിന്ന് സിയിലോട്ട് 1. ഇങ്ങനെ രീതിക്ക് നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതും.